ഒരു ഇന്റർവ്യൂവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ: അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് നോ എക്സ്ക്യൂസസ്. എന്താണ് അഡാപ്റ്റബിലിറ്റി? നമ്മളൊരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. കമ്പനിയിൽ പല സിറ്റുവേഷൻസ് വരാം, പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും വരാം. ആ സമയത്ത് ആസ് എ സ്റ്റാഫ് നിങ്ങൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫസ്റ്റ് കാര്യം. ഫ്ലെക്സിബിലിറ്റി. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സാഹചര്യങ്ങളുമായി, ചിലപ്പോൾ ടൈമിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അവർക്കൊരു നൈറ്റ് ഷിഫ്റ്റ് വന്നേക്കാം, ചിലപ്പോൾ അവരുടെ വർക്കിംഗ് അവർ കൂടിയേക്കാം, ചില ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യേണ്ടി വരാം. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. നമ്മൾ അവരുടെ കമ്പനിയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാൻ റെഡി ആണെങ്കിൽ ഡ്യൂറിങ് ഇന്റർവ്യൂവിൽ തന്നെ ചിലപ്പോൾ അവരോട് നിങ്ങളോട് റീലൊക്കേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആവശ്യപ്പെടും. അങ്ങനെ എന്താണോ കമ്പനി ആവശ്യപ്പെടുന്നത് അതിൽ ഫ്ലെക്സിബിൾ ആവുക എന്നതാണ് നെക്സ്റ്റ് പോയിന്റ്. മൂന്നാമത്തെ കാര്യം, നോ എക്സ്ക്യൂസസ്. ഏതൊരു മനുഷ്യനും എക്സ്ക്യൂസ് പറയുന്ന ആളുകളെ ഇഷ്ടമാവില്ല, പ്രത്യേകിച്ച് കമ്പനികൾക്ക്. അവരെന്താണോ നിങ്ങളോട് പറയുന്ന ആവശ്യം, ചിലപ്പോൾ അവർ പറയുന്ന ടാർഗറ്റ്, അല്ലെങ്കിൽ അവരെന്താണോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിന് നിങ്ങൾ ഒരിക്കലും എക്സ്ക്യൂസ് പറയരുത്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ, നോ, നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ പറ്റുമോ, നോ. ഇങ്ങനെ നെഗറ്റീവായിട്ട് എക്സ്ക്യൂസസ് ആയിട്ട് നമ്മൾ ആൻസേഴ്സ് പറയുന്ന സമയത്ത് കമ്പനിക്ക് നിങ്ങളോടുള്ള ഫെയ്ത്ത്, അല്ലെങ്കിൽ ഇന്റർവ്യൂവർക്ക് നിങ്ങളോടുള്ള ഫെയ്ത്ത് കുറയാണ്. എക്സ്ക്യൂസസ് മാക്സിമം ഒഴിവാക്കുക. സോ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായും ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.